നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ചെയിൻ സർവേയിൽ ടെസ്റ്റിംഗ് ഓഫ് മെട്രിക് ചെയിൻ എന്ന ടോപ്പിക്കാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയിൻ സർവേനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇൻസ്ട്രുമെൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ചെയിൻ. മെട്രിക് ചെയിനാണ് നമ്മൾ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ മെട്രിക് ചെയിനിന് കുറച്ച് ടെസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നെസസിറ്റി ഓഫ് ചെക്കിങ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചെയിൻ യൂസ് ചെയ്യും തോറും അതിന് എന്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്? ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെട്രിക് ചെയിൻ സാധാരണയായിട്ടും 20 മീറ്ററോ അല്ലെങ്കിൽ 30 മീറ്ററോ ഉള്ള മെട്രിക് ചെയിൻസാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് തവണ യൂസ് ചെയ്യും തോറും അതിൻ്റെ ലെങ്ത്തിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്? സ്ട്രെച്ചിങ് ഓഫ് ലിങ്ക്സ് ജോയിൻറ്റ്സ്. നമ്മളത് യൂസ് ചെയ്യും തോറും അത് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ ചെറിയ റിങ്സും ലിങ്ക്സും കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിങ്ക്സൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഓപ്പണിംഗ് ഔട്ട് ഓഫ് ദ റിങ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ചെറിയ ചെറിയ റിങ്സ് എന്ത് ചെയ്യാനുണ്ട്? വിട്ടു നിൽക്കും. അതൊരു ഓപ്പണിംഗ് ആണ്, ചെറിയ ഓപ്പണിംഗ് വെച്ചിട്ടായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഓപ്പണിംഗ് എന്ത് ചെയ്യാനുള്ള, ഇൻക്രീസ് ചെയ്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയും നമുക്ക് ഈ ചെയിനിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ വെയർ ഓഫ് വെയറിങ് സർഫസ്. ആ ലിങ്ക്സ് ജോയിൻ ചെയ്തിട്ടുള്ള റിങ്സ് എല്ലാം നമുക്കറിയാം മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ മെറ്റൽ തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ആ തേയ്മാനം, വെയറിങ് ഓഫ് വെയറിങ് സർഫസ്. അപ്പോൾ ആ തേയ്മാനങ്ങൾ കൊണ്ടും അതിൻ്റെ ലെങ്ത്തിൽ മാറ്റം സംഭവിക്കും. അതുപോലെ തന്നെ റഫ് ഹാൻഡ്ലിങ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ചെയിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കാഷ്വലായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ക്വാളിറ്റി ചെയ്യാൻ നോക്കാതിരിക്കും. അപ്പോൾ നമുക്ക് അത് അവിടെ ഇടുക, മണ്ണിലിട്ട് വലിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ആ ഒരു ഡിഫറൻസ്, ലെങ്ത്തിലുണ്ടാവുന്ന ഡിഫറൻസ്, അപ്പോൾ അതൊക്കെ കാരണം അത് നമ്മൾ കറക്റ്റ്, അപ്പോഴും നമ്മൾ ചെയിൻ മെഷർ ചെയ്യുന്നത് ചെയിനിങ്ങിൻ്റെ സമയത്ത് 30 മീറ്റർ ആയിട്ടാണ്. പക്ഷെ അതിലെന്തുണ്ടാവുന്നുണ്ട്? ലെങ്ത്തിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ആ ലെങ്ത്ത് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നെസസിറ്റി ഓഫ് ചെക്കിങ്. നെക്സ്റ്റ് വൺ, മെത്തേഡ്സ് ഓഫ് ടെസ്റ്റിംഗ് ചെയിൻ. അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ഒരു ചെയിൻ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, കമ്പയറിങ് ഇറ്റ് വിത്ത് എ ടെസ്റ്റിംഗ് ഗേജ്. ഒരു ടെസ്റ്റിംഗ് ഗേജ് യൂസ് ചെയ്തിട്ടാണ് ആ ചെയിനിൻ്റെ ലെങ്ത്ത് എത്രയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത് ഒരു ചെറിയ രീതിയിലുള്ള ടെസ്റ്റിംഗ് ഗേജ് ആണ്. നമ്മൾ സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്താണ്, വെർനിയർ പോലെ തന്നെയാണ് ഇതിൻ്റെ ടെസ്റ്റിംഗ് ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത അളവിലുള്ള ഒരു ടെസ്റ്റിംഗ് ഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ലെങ്ത്ത് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, ഒരു മെട്രിക് ചെയിനിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 20 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരു ടെസ്റ്റിംഗ് ഗേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിങ്കിൻ്റെ അളവ് കൃത്യമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ചെറിയ ടൈപ്പ് ടെസ്റ്റിംഗ് ഗേജ് ആണ്. നെക്സ്റ്റ് വൺ, കമ്പയറിങ് വിത്ത് എ ലെവലിംഗ് സ്റ്റാഫ്. അപ്പോൾ ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ലെവലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരു നിശ്ചിത അളവുണ്ട്. ആ ലെങ്ത്ത് വെച്ചിട്ട്, ആ ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്ര ലെങ്ത്ത് ഉണ്ട് എന്നുള്ളത് കമ്പയർ ചെയ്തെടുക്കാൻ പറ്റും, ചെയിനുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ അതാണ് മെത്തേഡ്സ് ഓഫ് ടെസ്റ്റിങ്ങിൽ. നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് വൺ ഈസ് കമ്പയറിങ് വിത്ത് എ സ്റ്റീൽ ടേപ്പ്. ഒരു സ്റ്റീൽ ടേപ്പ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റീൽ ടേപ്പ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് 30 മീറ്റർ ഗ്രൗണ്ടിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാം. നമ്മുടെ ചെയിനിൻ്റെ അളവ് 30 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ 30 മീറ്റർ ആണ് ചെയ്യേണ്ടത്. അഥവാ 20 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 20 മീറ്ററിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ പോയിൻ്റ് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം സ്റ്റാർട്ടിംഗ് പോയിന്റ്, ടേപ്പിലാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ആ 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്ററിലുള്ള ആ അളവ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഒരു വുഡൻ പെഗ് ഗ്രൗണ്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് കയറ്റുക. അതുപോലെ തന്നെ 30 മീറ്റർ അതിൻ്റെ എൻഡ് പോയിന്റിലും ഒരു വുഡൻ പെഗ്, എന്നിട്ട് കറക്റ്റ് ആ പെഗിൻ്റെ സെൻറ്ററിലായിരിക്കും അതിന് ഒരു
നെയിൽ ഒരു ആണി തറച്ച് വയ്ക്കുക കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ചെയിൻ സ്ട്രെച്ച് ചെയ്ത് അടുത്ത ആണിയുടെ അതേ അളവിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ചെയിൻ കറക്റ്റ് ലെങ്ത് ആണ്. അതല്ല അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ അതോ ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഫിഗറിനകത്ത് കറക്റ്റ് കാണിച്ചിട്ടുണ്ടത്. അപ്പോൾ അത്രയാണ് ടെസ്റ്റിംഗ് ഓഫ് ചെയിൻ. നെക്സ്റ്റ് വൺ, എറേഴ്സ് ഒക്കറിങ് ഇൻ ചെയിൻ. ഇപ്പോൾ ഒരു ചെയിനിൽ പലതരത്തിലുള്ള എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അതിൻ്റെ ലെങ്ത്തിലുള്ള വേരിയേഷൻസ് ആണ്. അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അതിൻ്റെ ലെങ്ത്തിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഇൻസ്ട്രുമെൻ്റൽ എറർ. ഇൻസ്ട്രുമെൻ്റൽ എറർ ഈസ് ഡ്യൂ ടു ഫോൾട്ടി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഡിവൈസ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയിൻസ് എന്താണ് നമ്മൾ ശ്രദ്ധയില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് അത് സ്ട്രെച്ച് ചെയ്യാനുള്ള ലെങ്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇൻസ്ട്രുമെൻ്റ് എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നാച്ചുറൽ എറേഴ്സ്. നാച്ചുറൽ എറേഴ്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിൻ മെട്രിക് ചെയിൻ ആണ്, അത് മെറ്റാലിക് ആണ്. അപ്പോൾ ഈ മെറ്റാലിക് ആയതുകൊണ്ട് തന്നെ അത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് കൂടാനും കുറയാനുള്ള ലെങ്ത്തിൽ വേരിയേഷൻസ് സംഭവിക്കാനുള്ള ചാൻസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ മെറ്റൽസ് വികസിക്കും മുൻപേ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തിൽ ആ തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും. ഒരുപാട് വേരിയേഷൻസ് ഇല്ലെങ്കിലും ചെറുതായിട്ട് മൈനർ ആയിട്ടുള്ള വേരിയേഷൻസ് എങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, പേഴ്സണൽ എറേഴ്സ്. പേഴ്സണൽ എറേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സർവേയേഴ്സ്, 2 ചെയിൻമാൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ആ സർവേയേഴ്സ് ചെയ്യുന്ന തെറ്റുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവർ കറക്റ്റ് സ്ട്രെച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത്രയാണ് എറേഴ്സ് ഇൻ ചെയിനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, മിസ്റ്റേക്സ് ഇൻ ചെയിൻ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ഒരു സർവേ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ, മിസ്കൗണ്ടിങ് ദ ചെയിൻ ലെങ്ത്ത്. നമ്മൾ സർവേയേഴ്സാണ് ഇത് സർവേ ചെയ്യുന്നത്. അപ്പോൾ ആ ചെയിൻ മാൻ ഇതിനെ കൗണ്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ഒരു മെട്രിക് ചെയിൻ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതിൽ കറക്റ്റ് നമ്മൾ ടേപ്പ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റിൽ എന്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അളവുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളാണ് കൗണ്ട് ചെയ്തെടുക്കുന്നത്. ഓരോ മീറ്റർ ലെങ്ത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ടാലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് ആ ചെയിൻ മാൻ അത് കൗണ്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന എററാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആരോസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 30 മീറ്റർ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ ഒരു ആരോ പ്ലേസ് ചെയ്തിട്ടാണ് വീണ്ടും ആ ചെയിൻ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഈ വെച്ചിട്ടുള്ള ആരോ ഡിസ്പ്ലേസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ചെയിൻമെൻസിൻ്റെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഡിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആ സെയിം പൊസിഷനിൽ തന്നെ വെക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന മിസ്റ്റേക്സ് നമ്മളൊരു ഏകദേശം ആയിട്ടായിരിക്കും നമ്മളത് വീണ്ടും പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന മിസ്റ്റേക്സ് ആണ് നെക്സ്റ്റ് വൺ. ദ ലാസ്റ്റ് വൺ ഈസ് ഓൾസോ മിസ്റീഡിങ്. അപ്പോൾ അതുപോലെ തന്നെ അവസാനത്തതും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെയിൻ ലെങ്ത്ത് കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ആരോസ് മിസ്റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരോസിൻ്റെ ലെങ്ത്ത് അതേപോലെ എന്താണ് നമ്മൾ ഈ എത്ര പ്രാവശ്യം എടുത്തു എന്നുള്ളതൊക്കെ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയിൻമാൻ്റെ കയ്യിൽ നിന്ന് ഈ ആരോസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലെങ്ത് ഒന്നും കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതൊക്കെയാണ് മിസ്റ്റേക്സ് ഇൻ ചെയിനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, എറർ ഇൻ ലെങ്ത് ഡ്യൂ ടു ഇൻകറക്റ്റ് ചെയിൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്സ് ഇൻ ചെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ എറേഴ്സ് ഇൻ ചെയിൻ ആണെന്നുണ്ടെങ്കിലും സർവേ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ആ ഒരളവ് ഡിസ്റ്റൻസ് അത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ ഈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് സർവേ ചെയ്യാം. ചെറിയ ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് സർവേ ചെയ്യാം. വലിയ ഏരിയ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് കറക്കാൻ വേണ്ടിയിട്ട് അത് കറക്റ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഓർ ട്രൂ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇൻകറക്റ്റ് ഓർ മെഷേർഡ് ഡിസ്റ്റൻസ് ഇൻറ്റു
Incorrect length of chain or tape divided by correct length of chain or tape. അപ്പോൾ നമുക്ക് ഏതാണോ ആ ഡിസ്റ്റൻസ് ടോട്ടൽ കിട്ടിയിട്ടുള്ളതെന്ന് നോക്കുക. ആ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുള്ള ഡിസ്റ്റൻസ് അത് ഇൻറ്റു എന്താണ് നമ്മൾ ഈ പറഞ്ഞു ഗേജ് വെച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ആ ഒരു ലെങ്ത്ത് കിട്ടുന്നത്, ചെയിനിന് എത്ര കറക്റ്റ് ലെങ്ത്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഗേജ് വെച്ചിട്ടോ ടേപ്പ് വെച്ചിട്ടോ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ കറക്റ്റ് ലെങ്ത്തും പിന്നെ എന്താണ് അതിൽ അഡീഷണൽ ആയിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ വന്നിട്ടുള്ള ആ ലെങ്ത്ത്, അപ്പോൾ ആ ലെങ്ത്താണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇൻകറക്റ്റ് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ നമുക്കറിയാം ആക്ച്വൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 30 മീറ്റർ ആയിരിക്കും ആക്ച്വൽ ലെങ്ത്ത്. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മെഷർ ചെയ്ത സർവേ ചെയ്ത ആ ഏരിയയുടെ കറക്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ആ ഇക്വേഷനെ തന്നെ ഷോർട്ടൺ ചെയ്തിട്ടുള്ളത് ഒരു ഇക്വേഷനാണ് ട്രൂ ഡിസ്റ്റൻസ് ഈക്വൽ ടു മെഷേർഡ് ഡിസ്റ്റൻസ് ഇൻറ്റു L ഡാഷ് ബൈ L, where L equal to true length of chain or tape, L dash equal to incorrect length of chain or tape. നെക്സ്റ്റ് ഇക്വേഷൻസ് നോക്കുക. എറർ ഇൻ ഏരിയ ഡ്യൂ ടു ഇൻകറക്റ്റ് ചെയിൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത കാര്യമായിരുന്നു. ഇനി ഏരിയ ഒരു ഫുൾ ഏരിയ ആണ് മെഷർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ട്രൂ ഏരിയ ഈക്വൽ ടു മെഷേർഡ് ഏരിയ ഇൻറ്റു L ഡാഷ് ബൈ L ദ ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ അടുത്തത് എറർ ഇൻ വോളിയം. വോളിയമാണ് മെഷർ ചെയ്യുന്നത്, മെഷേർഡ് വോളിയം ഇൻറ്റു L ഡാഷ് ബൈ L ഹോൾ ക്യൂബ്. ആ ഇക്വേഷനിൽ ഈക്വൽ ടു കാണിച്ചിട്ടുണ്ട്. ട്രൂ വോളിയം ഈക്വൽ ടു മെഷേർഡ് വോളിയം കഴിഞ്ഞിട്ടൊരു ഈക്വൽ ടു ആണ് കാണിച്ചിട്ടുള്ളത്, അത് മിസ്റ്റേക്കാണ്. മെഷേർഡ് വോളിയം ഇൻറ്റു L ഡാഷ് ബൈ L ദ ഹോൾ ക്യൂബാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് നമുക്ക് എറേഴ്സിനകത്ത് പറയാനുള്ളത്.